KWA AE അതേപോലെ KWA ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 എത്ര ആപ്ലിക്കേഷൻസ് ആണ് കിട്ടിയേക്കുന്നത് PSC കിട്ടിയേക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളത് ആഡ് ആക്കിയിട്ടില്ല. അതിന്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ ആഡ് ആക്കുന്നുണ്ടാവും. ആവശ്യമുള്ളവരെ ഞാൻ അതിൽ കയറിയിട്ട് കാണാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അസിസ്റ്റന്റ് എഞ്ചിനീയർ PW ഇലക്ട്രോണിക്സ്, അതേപോലെ ഓപ്പറേറ്റർ ഗ്രേഡ് 3, അതേപോലെ ഇലക്ട്രീഷ്യൻ കം മെക്കാനിക്, അതേപോലെ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റുകൾക്കൊക്കെ എത്ര അപ്ലിക്കേഷൻസ് ആണ് കിട്ടിയെന്നുള്ള ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇത് RT പ്രകാരമുള്ള റിപ്ലൈ ആണ് കേട്ടോ. ഓക്കെ, അല്ലാതെ നമ്മുടെ സൈറ്റിൽ ഇത് അവൈലബിൾ ആയിട്ടില്ല. അപ്പൊ അതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും തന്നെ പറഞ്ഞുള്ളത് കാറ്റഗറി നമ്പർ 71/2024. ഓക്കെ, 71/2024 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇലക്ട്രോണിക്സ് ആണല്ലേ. അത് ഇലക്ട്രിക്കൽ ആർക്കും ഇലക്ട്രോണിക്സ് ആർക്കും വേണ്ടി അപ്ലൈ വേണ്ടി പറ്റിയ ഒരു പോസ്റ്റ് ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആർക്കും ഇലക്ട്രോണിക്സ് ഒക്കെ അപ്ലൈ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പൊ അതിലാകെ 14,128 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കൺഫർമേഷൻ കൊടുക്കുമ്പോഴേ ഇതിനെക്കാട്ടും കുറയുന്നുണ്ടാവും. എക്സാം എഴുതുന്നവർ വീണ്ടും കുറയുന്നുണ്ടാവും. അപ്പൊ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആർക്കും കൂടി അപ്ലൈ വേണ്ടി പറ്റിയിട്ട് ആകെ 14,128 അപ്ലിക്കേഷൻസ് മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഇതേപോലെ ലക്ഷ്യൻ പോളിയുടെയും അതേപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സിന്റെ ഓൾറെഡി നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഒന്ന് നമ്മൾ താഴെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളവര് അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, ഇനിയിപ്പോ അടുത്തൊരു പോസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 591/2024. അപ്പൊ ഈ 591/2024 എന്ന് പറയുമ്പോൾ ഏത് പോസ്റ്റ് ആണ്? നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഡിസംബറിൽ കുറെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ അതില് ഓപ്പറേറ്റർ ഗ്രേഡ് 3. ഓക്കെ, ഓപ്പറേറ്റർ ഗ്രേഡ് 3ലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഓപ്പറേറ്റർ ഗ്രേഡ് 3 എനിക്കൊന്ന് അപെക്സ് സൊസൈറ്റീസിലേക്കാണെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ വന്നിട്ടുള്ളത് 4,867 അപ്ലിക്കേഷൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. 4,867 അപ്ലിക്കേഷൻസ് ആണ് അവിടെ കിട്ടിയിരുന്നത്. പിന്നെയുള്ളത് നമ്മൾ 594/2024. അതേതാ, നമ്മൾ ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് അല്ലെ. ഇലക്ട്രീഷ്യൻ കം മെക്കാനിക്കല് 1,694 അപ്ലിക്കേഷൻസ് ആണ് അവിടെ കിട്ടിയേക്കുന്നത്. 1,694 അപ്ലിക്കേഷൻസ്, അതായത് ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് 594/2024 കാറ്റഗറി നമ്പർ 1,694 അപ്ലിക്കേഷൻസ് ആണ് അവിടെ കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ കാറ്റഗറി നമ്പർ 746/2024. 746/2024 പറയുമ്പോൾ നമ്മുടെ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണല്ലേ. അപ്പൊ ആ ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് 7,438 അപ്ലിക്കൻസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, 7,438. ഓക്കെ, അപ്പോ അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ ഇപ്പം അപ്ലിക്കേഷൻസ് എണ്ണം വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. RT കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഡാറ്റാസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മെയിൻ ആയിട്ട് ഇപ്പൊ പറയുകയാകുമ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് 14,128, അതേപോലെ ഓപ്പറേറ്റർ ഗ്രേഡ് 3 4,867, അതേപോലെ 594/2024 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് 1,694. പിന്നെ നമ്മൾ ഇലക്ട്രീഷ്യൻ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 746/2024 7,438 അപ്ലിക്കേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. 746/2024 വെച്ചാൽ ഡിസ്ട്രിക്ട് വൈസ് ആണ്. ഓക്കെ, ഡിസ്ട്രിക്ട് വൈസ് ആണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്കാണ് വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.